നമസ്കാരം. ആരാണ് ഈ സവർക്കർ? പാർലമെന്റിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന്റെ ഒപ്പം കാണുകയും ഇപ്പോ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിക്കും സുഭാഷ് ചന്ദ്രബോസിനും ഭഗത് സിംഗിനും ഒക്കെ ഒപ്പം കണ്ടതുമായിട്ടുള്ള സവർക്കർ. ചിലർ വീർ സവർക്കർ എന്നും മറ്റു ചിലർ ഭീരു സവർക്കർ എന്നും ഒക്കെ വിളിക്കുന്ന സവർക്കർ യഥാർത്ഥത്തിൽ ആരാണ്? നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സവർക്കറിന് യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയിൽ മറ്റൊരു ഫേസ് ആണുള്ളത്. നമ്മുടെ ജെൻസിക്കും ജനാൽഫയ്ക്കും ഒന്നും വലിയ പരിചയമുണ്ടാവാൻ സാധ്യതയില്ലാത്ത സവർക്കറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അദ്ദേഹമാണ് എന്ന് പറയാനും സാധ്യതയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു മാപ്പപേക്ഷയിലെ വരികളാണ്. ബ്രിട്ടീഷ് സർക്കാർ എന്നെ സ്വതന്ത്രനാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സർക്കാരിനോടുള്ള വിധേയത്വത്തിനു വേണ്ടി ഏതറ്റം വരെയും ശക്തമായി വാദിക്കുന്നയാൾ ഞാനായിരിക്കും. മാത്രമല്ല, സർക്കാർ ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലുള്ള സേവനവും നൽകാൻ ഞാൻ തയ്യാറാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ സെല്ലുലാർ ജയിലിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് 1913 ഹിന്ദു മഹാസഭ നേതാവായ VD സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിന് എഴുതി അയച്ച കത്താണിത്, നിവേദനമാണിത്. സ്കൂൾ പഠനത്തിന് ശേഷം പൂനെയിലെ കോളേജിൽ പ്രവേശനം നേടിയ സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരനും ഒത്തുചേർന്ന് മിത്രമേള എന്ന രഹസ്യ സംഘടന രൂപീകരിക്കുകയും അന്നത്തെ നിരോധിത സംഘടനകളിലെ പ്രവർത്തനം കാരണം കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്ന സവർക്കർ. സിഖുകളും ജൈനരും ബുദ്ധിസ്റ്റുകളും ചേർന്ന സവർക്കറുടെ ദേശീയതയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇനി 1948 നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ സവർക്കർ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ഇനി എന്തിനാ ഈ സവർക്കർ ജയിലിലായത്? നാസിക് കളക്ടറായിരുന്ന AMT ജാക്സനെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിനിടെ അനന്ത് ലക്ഷ്മൺ കൻഹാരെ എന്ന യുവാവ് വെടിവെച്ച് കൊലപ്പെടുത്തി. സവർക്കർ നയിച്ചിരുന്ന അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ഇയാൾ. കൂടുതൽ അന്വേഷണത്തിൽ കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന തോക്ക് സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്നും ഒളിച്ചു കടത്തിയതാണെന്ന് തെളിഞ്ഞതോടെ 1910 അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിലാണ് സവർക്കർക്ക് 50 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുന്നത്. ശിക്ഷാ ഇളവുകൾ തേടിക്കൊണ്ട് 5 തവണയാണ് സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിന് നിവേദനങ്ങൾ അയച്ചിരുന്നത്. ജയിലിലെത്തി 1 മാസത്തിന് ശേഷം 1911 സവർക്കർ ആദ്യത്തെ മാപ്പപേക്ഷ നൽകി. ദിവസങ്ങൾക്കകം അത് നിരസിക്കപ്പെട്ടു. 1913 എഴുതിയ രണ്ടാമത്തെ മാപ്പപേക്ഷയിൽ സവർക്കർ സ്വയം വിശേഷിപ്പിച്ചത് ധൂർത്തനായ പുത്രൻ എന്നാണ്. പൂർണ്ണമായും ബ്രിട്ടീഷ് സർക്കാരിന് വിധേയരായിരിക്കാം എന്ന് ഉറപ്പ് നൽകുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളെ വഴിതെറ്റിയവർ എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിലും നിരന്തരമായി അദ്ദേഹം നിവേദനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ശിക്ഷയിൽ ഇളവ് ലഭിച്ച 1921 അദ്ദേഹം റിലീസ് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഉറപ്പ് നൽകിയിരുന്ന പോലെ സവർക്കർ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഇതൊക്കെയാണ് സവർക്കർ. ഇദ്ദേഹമാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം വീരപരിവേഷത്തോടെ ചിലരൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്തിന്റെ ഐക്കണായി അവതരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറയൂ, സവർക്കർ വീരനോ അതോ ധീരനോ?